ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. വീട് പണിക്ക് ആവശ്യമായ സാധനങ്ങളുടെ വില ഇങ്ങനെ അടിക്കടി മാറുന്നില്ലേ? അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളിപ്പോ കേരളത്തില് ഒരു വീട് വെക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈയൊരു സാഹചര്യം നിങ്ങൾക്കുറപ്പായും പരിചിതമായിരിക്കും. നമുക്കവിടുന്ന് തന്നെ തുടങ്ങാം. കടയിൽ ചെല്ലുമ്പോൾ കാണുന്ന ബോർഡിൽ ഇന്നൊരു വിലയായിരിക്കും, നാളെ ചെല്ലുമ്പോൾ അത് മാറിയിട്ടുണ്ടാകും. ഇങ്ങനെ പോയാൽ നമ്മൾ പ്ലാൻ ചെയ്ത ബഡ്ജറ്റിലൊന്നും വീട് പണി തീരില്ല, അല്ലേ? അപ്പൊ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും. ഇത് സാധാരണ മാർക്കറ്റിൽ സംഭവിക്കുന്ന വിലക്കയറ്റം മാത്രമാണോ, അതോ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും മനഃപൂർവ്വം കളിക്കുന്ന ഒരു കളിയുണ്ടോ? ഓക്കേ, അപ്പോ നമുക്കിതിന്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. കാരണം പുറമേ നിന്ന് കാണുമ്പം ഇതൊരു ക്രമമില്ലായ്മയാണെന്ന് തോന്നാമെങ്കിലും സത്യത്തിൽ ഇതിനൊരു കൃത്യമായ പാറ്റേൺ ഉണ്ട്. പറഞ്ഞു വരുന്നതെന്താണെന്ന് വെച്ചാൽ, ഈ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ വെറുതെ സംഭവിക്കുന്നതല്ല, അത് കൃത്യമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളിന്റെ ഭാഗമാണ്. ഇതിനെ ഒരു തട്ടിപ്പെന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മാർക്കറ്റ് ഗെയിം എന്ന് പറയുന്നതാവും. അതായത്, ഡിമാൻഡ് കൂടുമ്പോൾ വില കൃത്രിമമായി കൂട്ടുന്നു, ആളുകൾ വാങ്ങുന്നത് നിർത്തുമ്പോൾ വില പതുക്കെ കുറയ്ക്കുന്നു, എന്നിട്ട് വീണ്ടും ഇതേ കളി ആവർത്തിക്കുന്നു. ഇതാണ് ആ ഒളിഞ്ഞിരിക്കുന്ന സൈക്കിൾ. അപ്പോ ഈ ഗെയിം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിന് പ്രധാനമായും 4 ഘട്ടങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് വിശദമായി നോക്കാം. ഇത് നോക്കൂ, ഈ ഒരു ചിത്രത്തിൽ ആ മുഴുവൻ സൈക്കിളും വ്യക്തമായി കാണാം. ഡിമാൻഡ് കൂടുമ്പോൾ വില കൂട്ടുന്നത് മുതൽ ആളുകൾ പിൻവാങ്ങി വില കുറഞ്ഞ് വീണ്ടും പഴയ നിലയിലേക്ക് വരുന്നതുവരെ. അപ്പൊ ആദ്യത്തെ ഘട്ടം ഇതാണ്. ഒരുപാട് പേര് വീടുപണി തുടങ്ങുന്നൊരു സമയമല്ലേ? അതായത് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ളപ്പോൾ വിലകൾ കൃത്രിമമായിട്ട് അങ്ങ് കൂട്ടും. ഉദാഹരണത്തിന് സിമന്റിന്റെ വില നോക്കിയേ. കഴിഞ്ഞ മാസം ഒരു വില, ഈ മാസം പെട്ടെന്നൊരു വലിയ ചാട്ടം. പലപ്പോഴും ഇത് സാധാരണ മാർക്കറ്റ് കാരണങ്ങൾ വെച്ച് ന്യായീകരിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തായിരിക്കും. ഇങ്ങനെ വില കൂടി ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നത് നിർത്തും, അല്ലെങ്കിൽ പണികളൊക്കെ ഹോൾഡ് ചെയ്യും. അപ്പോൾ ഡിമാൻഡ് കുറയും. മാർക്കറ്റ് വീണ്ടും ഒന്ന് ചലിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വില കുറച്ചേ പറ്റൂ. പക്ഷേ ഇത് വലിയ അറിയിപ്പുകളൊന്നുമില്ലാതെ പതുക്കെയാണ് ചെയ്യുക. എന്നിട്ടോ കുറച്ചു കഴിഞ്ഞ് ആളുകൾ വീണ്ടും സാധനങ്ങൾ വാങ്ങി തുടങ്ങുമ്പോൾ, അതായത് ഡിമാൻഡ് വീണ്ടും കേറി തുടങ്ങുമ്പോൾ, പഴയ കളി വീണ്ടും ആരംഭിക്കും. അതേ സൈക്കിൾ ഒന്നുകൂടി ആവർത്തിക്കും. അപ്പൊ നമ്മളീ പറയുന്ന സൈക്കിള് ഇത് വെറുമൊരു സാമ്പത്തിക കണക്കിലെ കളിയല്ല. സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ഭാരമാണുണ്ടാക്കുന്നത്. അപ്പോ ശരിക്കും ആർക്കാണ് ഇതിന്റെ നഷ്ടം വരുന്നത്? ഈ കളിയുടെ ആഘാതം എല്ലാവർക്കും ഒരുപോലെയല്ല. വേറെ ആരുമല്ല, ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഷ്ടപ്പെടുന്ന നമ്മളെപ്പോലെയുള്ള സാധാരണ ഇടത്തരം കുടുംബങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഈ വിലയുടെ കയറ്റിറക്കം കാരണം നമ്മുടെയൊക്കെ ബഡ്ജറ്റ് മൊത്തത്തിൽ താളം തെറ്റും. പക്ഷേ ഒരു നല്ല കാര്യമുണ്ട്. ഈ കളി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറച്ചുകൂടി സ്മാർട്ടായി ഇതിനെ നേരിടാൻ പറ്റും. അപ്പം നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? നിങ്ങളുടെ ബഡ്ജറ്റിന്റെ കൺട്രോൾ തിരിച്ചുപിടിക്കാൻ സഹായിക്കുന്ന 4 പ്രധാന വഴികളുണ്ട്. 1. കുറച്ചാഴ്ച വിലയുടെ ട്രെൻഡ് ഒന്ന് നിരീക്ഷിക്കുക. 2. 2-3 കടകളിൽ വില ചോദിച്ച് ഉറപ്പുവരുത്തുക. 3. സാധനം വാങ്ങാൻ ഒരുപാട് തിടുക്കം കാണിക്കാതിരിക്കുക. പിന്നെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒന്നിച്ചു വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. മാർക്കറ്റിലെ ഈ കളി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ നഷ്ടം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ സൈക്കിളിനെക്കുറിച്ചുള്ള അറിവ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിരോധം. അതുപയോഗിച്ച് ബുദ്ധിപരമായ തീരുമാനങ്ങളെടുത്ത് നിങ്ങളുടെ പണം സംരക്ഷിക്കുക.